Good morning dear students. ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന ചാപ്റ്ററിൻ്റെ 6ാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഗ്രാഫിക്കൽ സൊല്യൂഷൻസ് ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ് ആയിരുന്നു. ഇന്ന് അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ബാക്കി ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിക്കാവൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 21 വരെയുള്ള ചോദ്യങ്ങൾ ചെയ്തു. ഇന്ന് നമ്മൾ 22 ക്വസ്റ്റ്യൻ നമ്പർ 22 മുതൽ 27 വരെയുള്ള പ്രോബ്ലംസും അതിനെ തുടർന്ന് 2 അസൈൻമെൻറ്റ്സ് ക്വസ്റ്റ്യൻ നമ്പർ 16 and 17 ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത 90% സാധ്യത ഇന്നത്തെ ക്ലാസ്സിലെ ചോദ്യങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കുക, നന്നായി ഗ്രാഫ് ബുക്കിൽ വളരെ വൃത്തിയായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 22. സോൾവ് ഗ്രാഫിക്കലി എന്നാണ് ചോദ്യം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, 5x + 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40. ഇവിടെ 3 ലീനിയർ ഇനീക്വാളിറ്റീസ് ഉണ്ട്. ഒരു സിംഗിൾ ഷീറ്റിൽ തന്നെ നമ്മൾ ഇത് വരക്കണം. ഒരൊറ്റ ഗ്രാഫ് പേപ്പറിൽ വരക്കണം, മീൻസ് ഒരൊറ്റ XY പ്ലെയിനിൽ തന്നെ നമ്മൾ ഈ 3 ഗ്രാഫുകളും വരച്ചിട്ട് ഷെയ്ഡിങ് നടത്തണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൽ ഗ്രാഫ് വരക്കാൻ നമുക്ക് ഒരേ ഒരു ഇനീക്വാളിറ്റിയുടെ ടേബിൾ മാത്രമേ ആവശ്യമുള്ളൂ, അല്ലേ? 5x + 4y = 40യുടെ ടേബിൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കി രണ്ടും നമുക്ക് വളരെ ഈസി ആയിട്ട് വരക്കാവുന്നതാണ്. ഒന്ന് ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ ഒന്ന് വെർട്ടിക്കൽ ലൈനാണ്, അല്ലേ? നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് ജിയോജിബ്രയിൽ ഒന്ന് ജസ്റ്റ് വരച്ച് നോക്കാം ആദ്യം. അതിന് ശേഷം നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ വരക്കാവുന്നതാണ്. ആദ്യം 5x + 4y = 40യുടെ ടേബിൾ നോക്കൂ നിങ്ങൾ. x = 0 കൊടുത്തു കഴിഞ്ഞാൽ 4y = 40, y = 10 എന്ന് കിട്ടും. y = 0 കൊടുത്തു കഴിഞ്ഞാൽ x = 8. ഇതാണ് അതിൻ്റെ ടേബിൾ, അല്ലേ? ആ ടേബിൾ ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നു. 0, 10, 8, 0. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുമ്പ് x = 3 എന്ന് നമുക്ക് വരച്ച് നോക്കാം. വാട്ട് ഈസ് x = 3? നമുക്കറിയാം x = 3 എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ ലൈനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, 3യിലൂടെ പാസ് ചെയ്യുന്ന വെർട്ടിക്കൽ ലൈനാണ് x = 3. നിങ്ങൾ എല്ലാവർക്കും കാണാം ഇവിടെ. y = 2 മീൻസ് വാട്ട്? y = 2 എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈനാണ്, പാസിംഗ് ത്രൂ ദി പോയിന്റ് 0, 2. ഇപ്പോൾ 2 ലൈൻസ് ഇവിടെ കണ്ടല്ലോ. ഇനി നമ്മൾ തേർഡ് ലൈൻ 5x + 4y = 40 ആണ്. 3 ലൈൻസ് ഇവിടെ ഉണ്ട്, റെഡ് ലൈൻ, ഗ്രീൻ ലൈൻ ആൻഡ് ബ്ലൂ ലൈൻ. ഇനി നമ്മൾ ഒന്നാമത്തേത് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എങ്ങോട്ട് ഷെയ്ഡ് ചെയ്യണം? ഇതാണ് x = 3 വെർട്ടിക്കൽ ലൈനിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഷെയ്ഡ് ചെയ്യണം, അല്ലേ? ഇതാണ് റൈറ്റ് സൈഡ്. ഓക്കെ, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് നിങ്ങൾ ബ്ലൂ കളറിൽ കാണുന്ന റീജിയൻ. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 മീൻസ് ഇതാ ഈ y = 2 എന്നുള്ള ലൈനിൻ്റെ അപ്പർ ഹാഫ് പ്ലെയിൻ. ഇത് രണ്ടും കൂടി ചേരുന്ന ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇനി ഒരു ഗ്രാഫും കൂടെ ഉണ്ട്, അതേതാ? 5x + 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40. ഈ റെഡ് ലൈനിൻ്റെ ഏത് ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 കൊടുത്ത് നോക്കിയാൽ ശരിയായിരിക്കും. ഈ മോഡൽ ഗ്രാഫിൻ്റെ ലെസ് ദാൻ വന്നു കഴിഞ്ഞാൽ ഈ ഒറിജിൻ വരുന്ന ഭാഗത്തേക്കായിരിക്കും, നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് 3 ഷെയ്ഡഡ് റീജിയൻ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത് ഏതായിരിക്കും? 3ഉം കൂടിച്ചേരുന്ന ഭാഗം. ഏതാ 3ഉം കൂടിച്ചേരുന്ന ഭാഗം നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാ 2 കൂടി ചേർന്ന് ഇവിടെ കണ്ടു, അല്ലേ? ഇനി റെഡ് ലൈനിൻ്റെ താഴോട്ട് വരണം, ഈ 2ഉം കൂടി ചേരണം. അപ്പോൾ ഏതായിരിക്കും? ദിസ് ഈസ് ദി സൊല്യൂഷൻ റീജിയൻ. ഈ ട്രയാങ്കിൾ ഷേപ്പിൽ കാണുന്ന റീജിയനാണ് ഇവിടുത്തെ സൊല്യൂഷൻ ഓഫ് ദി സിസ്റ്റം. അപ്പോൾ നമ്മൾ നോട്ട്ബുക്കിലേക്ക് വരച്ച് വെക്കുമ്പോഴും പരീക്ഷയ്ക്ക് ചെയ്യുമ്പോഴൊക്കെ സൊല്യൂഷൻ റീജിയൻ മാത്രമേ ഷെയ്ഡ് ചെയ്യൂ. അല്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലായില്ലേ? ഇതെല്ലാം കൂടെ ഷെയ്ഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നമ്മൾ ഈ സൊല്യൂഷൻ റീജിയൻ മാത്രമേ നമ്മൾ ഷെയ്ഡ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരയ്ക്കേണ്ട ഫിഗർ ഇതാ ഇങ്ങോട്ട് നോക്കൂ. ഞാൻ വേറെ സെപ്പറേറ്റ് കാണിക്കാം. ഒരു x ആക്സിസ് വരക്കുന്നു, y ആക്സിസ് വരക്കുന്നു, XY എന്നെല്ലാം നിങ്ങൾ പേര് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് 0, 10 മാർക്ക് ചെയ്യുന്നു. ഏതാ 0, 10? നിങ്ങൾ അറിയാതെ 0, 8 മാർക്ക് ചെയ്ത് വെക്കരുത്. x = 0, y = 10 എന്നാണ്. ഇപ്പോൾ 0, 10 ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് മുമ്പ് ഞാൻ x = 3ൻ്റെ ഗ്രാഫാണ് വരക്കുന്നത് ഫസ്റ്റ് കേട്ടോ. 0, 3 സോറി, x = 3. x = 3 മീൻസ് 3യിലൂടെ പാസ് ചെയ്യുന്ന വെർട്ടിക്കൽ ലൈൻ, അല്ലേ? y = 2 മീൻസ് അതാ y = 2 മീൻസ് 2യിലൂടെ പാസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ലൈൻ. അത് രണ്ടും നമ്മൾ ആദ്യം തന്നെ വരച്ചു വെച്ചു. അതിന് രണ്ടിനും ടേബിൾ ആവശ്യമില്ല എന്ന് നമുക്കറിയാം. രണ്ടിനും പേര് കൊടുത്തു. ഇവിടെ പേര് കൊടുക്കാൻ മറക്കരുത്. ഇത് x = 3, y = 2. ഇനി മൂന്നാമത്തെ ലൈൻ 0, 10 അല്ലേ? 0, 10 ഇവിടെ ഉണ്ടായിരിക്കും. ഇതാണ് 0, 10. അപ്പോൾ ഞാൻ 2, 4, 6, 8, 10 അങ്ങനെയൊക്കെ മാർക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. 2, 4, 6, 8, 10 നിങ്ങളുടെ സ്കെയിലൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ 0, 10 മാർക്ക് ചെയ്തു. ഇനി 8, 0 ഇവിടെ ഉണ്ടായിരിക്കും, അല്ലേ? 8, 0 ഇതാണ് മൂന്നാമത്തെ ലൈൻ. അപ്പോൾ നമ്മുടെ 3
സ്ട്രേറ്റ് ലൈൻസ് റെഡി ആയിട്ടുണ്ട്. എക്സ് ഇസിക്കൽ ടു 3, വൈ ഇസിക്കൽ ടു 2, 5x പ്ലസ് 4y ലെസ് ദാൻ ഇസിക്കൽ ടു 40. ഇനി നമ്മൾ എങ്ങോട്ട് ഷെയ്ഡ് ചെയ്യും? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കൽ ലൈനിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് റൈറ്റ് സൈഡിലേക്ക് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഷെയ്ഡ് ചെയ്തിട്ടില്ല, റൈറ്റ് സൈഡിലേക്കാണ് കാണിച്ചിട്ടുണ്ട്. വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 മീൻസ് വൈ ഇസിക്കൽ ടു എന്ന് പറഞ്ഞ ലൈനിൻ്റെ അപ്പർ സൈഡിലേക്ക്, കണ്ടോ, അപ്പർ സൈഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി 5x പ്ലസ് 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40, ലെസ് ദാൻ വന്നാൽ ഈ ഒറിജിൻ്റെ സൈഡിലേക്ക് വരും. ഈ ഷേപ്പിൽ വരുന്ന ഗ്രാഫ് ആണെങ്കിൽ 0 0 കൊടുത്ത് നോക്കിയാൽ മതി. 0 ലെസ് ദാൻ 40 കറക്റ്റാണ്. അപ്പോൾ ഈ ഷെയ്ഡ്. ഇനി മൂന്നും കൂടെ ജോയിൻ്റ് ആവുന്ന സ്ഥലം നോക്കൂ. റെഡ് ലൈനിൻ്റെ റൈറ്റ് സൈഡിലേക്ക്, ഗ്രീൻ ലൈനിൻ്റെ അപ്പർ സൈഡിലേക്ക്. ഇപ്പോൾ റെഡ് ലൈനിൻ്റെ ഈ സൈഡിൽ മൊത്തം ഷെയ്ഡ് ചെയ്യണം, പക്ഷേ ഞാൻ തൽക്കാലം ഇവിടെ ഗ്രീൻ ലൈനിൻ്റെ അപ്പർ സൈഡ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. ഓക്കെ, അപ്പോൾ റെഡിൻ്റെ റൈറ്റ്, ഗ്രീൻ്റെ അപ്പ്, ഇത് രണ്ടും വരും അല്ലേ. ഇനി ഈ ബ്ലൂ ലൈനിൻ്റെ താഴോട്ടല്ലേ, ബ്ലൂ ലൈനിൻ്റെ താഴോട്ട്, പക്ഷേ റെഡിൻ്റെ റൈറ്റ് വരണം, ഗ്രീൻ്റെ അപ്പ് സൈഡ് ഈ സ്ലാൻഡഡ് ലൈൻ അല്ലേ, ഒബ്ലിക് ലൈനിൻ്റെ താഴോട്ട്. ബ്ലൂ ലൈനിൻ്റെ താഴോട്ട് നിങ്ങൾ കാണാം, ഒന്നുകൂടി കാണിക്കുക, അത് ബ്ലൂ ലൈനിൻ്റെ താഴോട്ടാണ്, പക്ഷേ റെഡ് ലൈനിൻ്റെ റൈറ്റ്, ഗ്രീൻ ലൈനിൻ്റെ അപ്പർ സൈഡ്. അപ്പോൾ ഇതാണ് കൂടിച്ചേരുന്ന സ്ഥലം, കണ്ടല്ലോ. ദിസ് ഈസ് ദി സൊല്യൂഷൻ റീജിയൻ. നമ്മൾ നേരത്തെ ജിയോജിബ്രയിൽ അത് കണ്ടു. അപ്പോൾ നിങ്ങൾ ഷെയ്ഡ് ചെയ്യേണ്ടത് ഈ ഒരു രൂപത്തിലാണ് പുസ്തകത്തിലേക്ക് നിങ്ങൾ വരച്ച് വെക്കേണ്ടത്. ഓക്കെ, വളരെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണോ, നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഓരോന്ന് സെപ്പറേറ്റ് എടുത്ത് ചെയ്ത് നോക്കണം. ഇതാ ഓരോന്നും ഇവിടെ കാണിച്ചിട്ടുണ്ട്. റെഡ് ലൈനിൻ്റെ റൈറ്റ് സൈഡാണ് ഈ കാണുന്നത്. ഓക്കെ, ഗ്രീൻ ലൈനിൻ്റെ അപ്പർ സൈഡ്, കണ്ട, ഗ്രീൻ ലൈനിൻ്റെ അപ്പർ സൈഡ്, ബ്ലൂ ലൈനിൻ്റെ ലോവർ ഹാഫ് പ്ലെയിൻ. അങ്ങനെ മൂന്നും കൂടെ ചെയ്യുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡ്, ഗ്രീനിൻ്റെ അപ്പർ സൈഡ്, ബ്ലൂ ലൈനിൻ്റെ ലോവർ ഹാഫ് പ്ലെയിൻ, മൂന്നും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന ആൻസർ ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23. ഇവിടെ എത്ര ഇനീക്വാളിറ്റീസ് ഉണ്ട് നോക്കൂ. 1 2 3 4 ഇനീക്വാളിറ്റീസ് ഉണ്ട് അല്ലേ. ഇത് ലാസ്റ്റ് രണ്ടെണ്ണം നമുക്കറിയാം. ഒന്ന് എക്സ് ആക്സിസ് ആണ്, ഒന്ന് വൈ ആക്സിസ് ആണ്. മാത്രമല്ല എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഒരുമിച്ച് വന്നാൽ അതിൻ്റെ അർത്ഥം ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്നാണ്. അതവിടെ ഇരിക്കട്ടെ. ഇനി രണ്ടെണ്ണത്തിൻ്റെ ടേബിൾ നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. ഫസ്റ്റ് എക്സ് പ്ലസ് 2y ഇസിക്കൽ ടു 8ൻ്റെ ടേബിൾ നമുക്ക് വരച്ച് നോക്കാം. എക്സ് ഇസിക്കൽ ടു 0 കൊടുത്താൽ 2y ഇസിക്കൽ ടു 8, y ഇസിക്കൽ ടു 4. y ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ യെസ്, ഇവിടെ വൈക്ക് 0 കൊടുത്ത് നോക്കിയാൽ മതി, എക്സ് ഇസിക്കൽ ടു 8 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടേബിൾ കഴിഞ്ഞു. രണ്ടാമത്തത് 2x പ്ലസ് y ഇസിക്കൽ ടു 8. വെൻ എക്സ് ഇസിക്കൽ ടു 0, yes, y is equal to 8. When y is equal to 0, 2x is equal to 8, so x is equal to 4. Clear? ഇനി ഞാൻ ഡയറക്റ്റ് ആയിട്ട് ജിയോജിബ്രയിലേക്ക് പോവാതെ ഇവിടെ തന്നെ അങ്ങ് വരക്കാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. രണ്ട് ഇനീക്വാളിറ്റിയുടെ ഗ്രാഫിൻ്റെ ടേബിളാണ് ഇവിടെ കാണുന്നത്. ബാക്കിയുള്ള രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ടാവും, കാരണം ഒന്ന് എക്സ് ആക്സിസുമാണ്, ഒന്ന് വൈ ആക്സിസുമാണ്. ഓക്കെ, നോക്കൂ നിങ്ങൾ, ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് 2 4 6 8 10 അങ്ങനെയാണ് മാർക്ക് ചെയ്തത് കേട്ടോ. 2 4 6 8 10 അങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ആദ്യം ഞാൻ ചെയ്യുന്നത് 0 4 ആണ്. ഇതാണ് 0 4, കണ്ടില്ലേ, 2 4 6 8 അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ 0 4 മാർക്ക് ചെയ്തു. 8 0, 2 4 6 8, അപ്പം 8 0. ഇതിലൂടെ ജോയിൻ ചെയ്യുന്ന ലൈനാണ് ഫസ്റ്റ് ലൈൻ. ഇതിൻ്റെ പേരെന്താണ്? എക്സ് പ്ലസ് 2y ഇസിക്കൽ ടു 8. പേര് കൊടുക്കണം, വരച്ച് കഴിഞ്ഞാൽ ഉടനെ പേര് കൊടുക്കണം. രണ്ടാമത്തത് 0 8. ഇതാണ് 0 8, 4 6 8, ഇതാണ് 0 8. ഓക്കെ, 4 0, ദിസ് ഈസ് 4 0. ജോയിൻ ചെയ്താൽ സെക്കൻഡ് ലൈൻ കിട്ടി, അതാണ് ഗ്രീൻ കളറിൽ നിങ്ങൾ കാണുന്നത്. ഇനി എക്സ് ഇസിക്കൽ ടു 0 എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ആണ്, വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആണ്. ഇത് രണ്ടും നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഇത് രണ്ടും മറക്കരുത്. ഇത് രണ്ടും ഓൾറെഡി നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇതിൻ്റെ അർത്ഥം ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്നും കൂടി ഇതിന് അർത്ഥമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു പണ്ട് അല്ലേ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടതെന്നാണ് ഇതിൻ്റെ അർത്ഥം, ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഓക്കെ, ഇനി എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് പറഞ്ഞാൽ റെഡ് ലൈനിൻ്റെ എങ്ങോട്ട് ഷെയ്ഡ് ചെയ്യണം? താഴോട്ട് ഷെയ്ഡ് ചെയ്യണം. എങ്ങോട്ട് ഷെയ്ഡ് ചെയ്യണം? താഴെ ഭാഗത്തേക്കാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. റെഡ് ലൈനിൻ്റെ താഴോട്ട് ഷെയ്ഡ് ചെയ്യണം. ക്ലിയർ? രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് അല്ലേ. അപ്പോൾ റെഡ് ലൈനിൻ്റെ താഴോട്ട് ഷെയ്ഡ് ചെയ്യണം, ഗ്രീൻ ലൈനിൻ്റെ താഴോട്ട് ഷെയ്ഡ് ചെയ്യണം, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും? രണ്ട് ലൈൻസിൻ്റെയും ഈ ഒറിജിൻ വരുന്ന ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യണം, പക്ഷേ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആവും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഇതായിരിക്കും, നമ്മുടെ സൊല്യൂഷൻ റീജിയൻ. ഓക്കെ, റെഡ് ലൈനിൻ്റെ താഴോട്ട്, ഗ്രീൻ ലൈനിൻ്റെ താഴോട്ട്, അതേസമയം ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുള്ളത് കൊണ്ടാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നിന്ന് പോയത്. അല്ലെങ്കിൽ ഇവിടെ എല്ലാം ആൻസർ വരും, ഈ ആൻസറിൽ, ഈ ഏരിയയൊക്കെ ആൻസറിൽ വരും. പക്ഷേ ഈ കണ്ടീഷൻ ഉള്ളത് കൊണ്ട് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ മാത്രമേ ഷെയ്ഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24. Cx plus y less than or equal to 60, x plus 3y less than or equal to 30, x greater than or equal to 0, y greater than or equal to 0. ഇവിടെയും 4 ഇനീക്വാളിറ്റീസ് ഉണ്ട്.
രണ്ടെണ്ണം നമുക്ക് അറിയുന്നത് പോലെ ഡീഫാൾട്ട് ആണ്. ബാക്കി രണ്ടെണ്ണത്തിൻ്റെ ടേബിൾ നമുക്ക് വരച്ച് നോക്കാം. ഫസ്റ്റ് 3x + y = 60. അത് ഞാൻ എക്സിന് 0 കൊടുത്ത് നോക്കുകയാണ്. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഹൈഡ് ചെയ്ത് പിടിച്ചാൽ y = 60 ആയിരിക്കും. ക്ലിയർ? y = 0 കൊടുത്തു കഴിഞ്ഞാൽ x = 20 ആയിരിക്കും. നിങ്ങൾ കൊടുത്ത് നോക്കണം. y ക്ക് 0 കൊടുത്താൽ 3x = 60, x = 20. ശരി. രണ്ടാമത്തേത് x + 3y = 30. എക്സിന് 0 കൊടുത്ത് നോക്കാം. 3y = 30, y = 10. കറക്റ്റ്. y ക്ക് 0 കൊടുത്താൽ x = 30. റെഡിയാണല്ലോ. ഇനി x = 0 എന്ന് പറഞ്ഞാൽ y ആക്സിസ്, y = 0 മീൻസ് x ആക്സിസ്. ഇത് രണ്ടും കൂടെ കൂടി ചേർന്നാൽ എന്തായിരിക്കും? ഇത് രണ്ടും കൂടെ ചേർന്നാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നാണ് അതിൻ്റെ മീനിങ്. മറന്നു പോകരുത്. നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ x ആക്സിസ് വരച്ചു, y ആക്സിസ് വരച്ചു, ഒറിജിൻ ഒക്കെ പേരൊക്കെ കൊടുത്തു. ആദ്യം 060 ആണ് മാർക്ക് ചെയ്യുന്നത്. ഇതാണ് 060. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്കെയിൽ എടുക്കുമ്പോൾ 5, 10 ഒക്കെ എടുത്താൽ ഇവിടെ എത്താൻ പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 10, 20, 30 അങ്ങനെ എടുക്കാം. 20, 40 അങ്ങനെയൊക്കെ എടുക്കാം. ഏറ്റവും ബെസ്റ്റ് 10, 20, 30 അങ്ങനെ എടുക്കലായിരിക്കും. ഓക്കെ, അങ്ങനെ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് 060 ഏകദേശം മാർക്ക് ചെയ്യാൻ പറ്റും. 060 ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20, 0 അതിനനുസരിച്ച് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇത് 60 ആണ് ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് 20 അതിൻ്റെ 3-1 മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ശരിയാവും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. 20 മാർക്ക് ചെയ്തു, 20, 0 മാർക്ക് ചെയ്തു, 060 മാർക്ക് ചെയ്തു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. 0, 20 എന്ന് മാർക്ക് ചെയ്ത് വെക്കരുത്. 060 ആണ്, 20, 0 ആണ്. ആദ്യം x ആണ്, പിന്നെ y ആണ്. XY കോർഡിനേറ്റ്സ് ആണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലൈൻ വരച്ചു. ഇതാണ് ഫസ്റ്റ് ലൈൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ ലൈൻ 0, 10. ഇതാണ് 0, 10. 30, 0 ഇവിടെ ഉണ്ടായിരിക്കും അല്ലേ? ഇതാണ് 30, 0. അതിലൂടെ പാസ് ചെയ്ത് രണ്ടാമത്തെ ലൈനും വരച്ചു. ഇനി എങ്ങോട്ട് ഷെയ്ഡ് ചെയ്യും? രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കണ്ടില്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈ ഒറിജിൻ വരുന്ന ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യണം. ഗ്രീൻ ലൈനും റെഡ് ലൈനും. പക്ഷേ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഈ രണ്ട് ലൈനിൻ്റെയും താഴോട്ട് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് അവർ സൊല്യൂഷൻ റീജിയൻ. ഓക്കെ, കണ്ടല്ലോ സൊല്യൂഷൻ റീജിയൻ. എങ്ങനെ താഴോട്ടാണെന്ന് എങ്ങനെ മനസ്സിലായത്? 0, 0 കൊടുത്ത് നോക്കിയാൽ മതി. ഒറിജിൻ വരുന്ന ഭാഗത്തേക്കല്ലേ ഷെയ്ഡ് ചെയ്യേണ്ടത്? 0 < 60. ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ഷേപ്പിൽ വരുന്ന ഗ്രാഫിനൊക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഒറിജിൻ വരുന്ന ഭാഗത്തേക്കും, ഗ്രേറ്റർ ദാൻ വന്നാൽ ഒറിജിൻ അല്ലാത്ത ഭാഗത്തേക്കുമായിരിക്കും. ഈ ഒരു ഷേപ്പ് വരണം കേട്ടോ. നേരെ റിവേഴ്സിലാണെങ്കിൽ നിങ്ങൾ കൊടുത്ത് നോക്കണം. വാല്യൂസ് കൊടുത്ത് നോക്കിയിട്ടേ നിങ്ങൾ ഷെയ്ഡ് ചെയ്യാവൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 25. x + y < 9, y < x, x < 0 ഗ്രാഫിക്കലി. സോൾവ് ഗ്രാഫിക്കലി എന്നുണ്ടാവും എപ്പോഴും ക്വസ്റ്റ്യനിൽ കേട്ടോ. നമ്മൾ ഒരേ സെഷനിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഞാൻ ഓരോന്നിനും എഴുതാത്തത്. സോൾവ് ഗ്രാഫിക്കലി. ഇവിടെ 3 ഇനീക്വാളിറ്റീസ് ഉണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇവിടെ ആകെ ഒരേ ഒരു എണ്ണത്തിനെ നമുക്ക് ടേബിൾ ആവശ്യമുള്ളൂ. ബാക്കി രണ്ടും നമുക്ക് അറിയുന്ന ഫങ്ഷൻസ് ആണ്. y = x നമുക്കറിയാം, ഐഡന്റിറ്റി ഫംഗ്ഷനാണ്. y = x അല്ലേ? 45 ഡിഗ്രി കട്ട് ചെയ്ത് പോകുന്ന ലൈനാണ് y = x. ഒന്നാമത്തേതിന് ടേബിൾ വരച്ച് നോക്കാം. x = 0, y = 9, y = 0, x = 9. വെരി സിമ്പിൾ. നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കാം. y = x ന് ടേബിൾ ആവശ്യമില്ല. ഞാൻ ഇവിടെ ചുമ്മാ വരച്ച് എഴുതിയെന്ന് മാത്രം. y = x വരക്കാൻ ഒരിക്കലും ടേബിളിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് നിങ്ങൾ വരക്കേണ്ട ആവശ്യമില്ല ടേബിൾ. ഇനി 0, 9. ഇതാണ് 0, 9. ഓക്കെ, 9, 0. ഇതാണ് ഒന്നാമത്തെ ലൈൻ. 0, 9, 9, 0. ഇതിൻ്റെ പേര് x + y = 9. ഓക്കെ, നെക്സ്റ്റ് y = x-ൻ്റെ ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. y = x ഞാൻ വരച്ചപ്പോൾ നോക്കൂ നിങ്ങൾ, ഡോട്ടഡ് ലൈനാണ് ഞാൻ വരച്ചത്. അതിൻ്റെ കാരണം മനസ്സിലായല്ലോ. ഇവിടെ ഇനീക്വാളിറ്റി സ്ട്രിക്റ്റ് ആണ്. y > x മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഡോട്ടഡ് ലൈൻ വരച്ചത്. മറന്നു പോകരുത്. ഡോട്ടഡ് ലൈൻ വരുന്ന സന്ദർഭം ഒന്ന് ഇതാണ്. y > x എന്ന് മാത്രമുള്ളത് കൊണ്ടാണ് ഡോട്ടഡ് ലൈൻ വരച്ചിരിക്കുന്നത്. ഇനി x > 0 എന്ന് പറഞ്ഞാൽ y ആക്സിസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്? ആദ്യത്തെ ഗ്രാഫ് നോക്കൂ, റെഡ് ലൈൻ. റെഡ് ലൈനിൻ്റെ താഴോട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് അല്ലേ? കാരണം ഒറിജിൻ കൊടുത്താൽ കറക്റ്റാണ്. അപ്പോൾ ഈ റെഡ് ലൈനിൻ്റെ താഴോട്ട്. ക്ലിയർ ആണല്ലോ? റെഡ് ലൈനിൻ്റെ താഴോട്ട്. അതേസമയം അടുത്തത് y = x അല്ലേ? y > x എന്നാണ്. y > x ഈ ലൈനിൻ്റെ ഈ ഭാഗത്തേക്കാണോ, അപ്പർ ഭാഗത്തേക്കാണോ, ലോവർ പാർട്ടിലേക്കാണോ? നോക്കൂ നിങ്ങൾ, ഇവിടെ 0, 9 എന്ന് പറഞ്ഞ പോയിന്റാണ് ഇത് അല്ലേ? ഈ ഭാഗത്തല്ലേ y ആക്സിലല്ലേ y > ആയിരിക്കും. ഈ ആക്സിലെ പോയിന്റ് ഒക്കെ നോക്കൂ നിങ്ങൾ. ഇതിൻ്റെ y കോർഡിനേറ്റ് അല്ലേ നമ്പേഴ്സ് ഉണ്ടാവുക? 0, 1, 0, 2, 0, 3, 0, 9. y അല്ലേ < x. അപ്പോൾ y > x എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ y ആക്സിൻ്റെ പോസിറ്റീവ് സൈഡിൽ വരുന്ന ഭാഗമായിരിക്കും. ഈ ഭാഗമാണ് y > x. y > x നമ്മൾ പണ്ട് കണ്ടതാണ്. ഒന്നുകൂടി നോക്കുക കേട്ടോ, ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ഭാഗമാണ് y > x എന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഇതാണ് y > x. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഭാഗം മാർക്ക് ചെയ്തു. ഇനി അപ്പോൾ എന്തായി നോക്കൂ, റെഡ് ലൈനിൻ്റെ താഴോട്ട് ഗ്രീൻ ലൈനിൻ്റെ ഈ സൈഡിലേക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. x പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. x < 0 എന്ന് പറഞ്ഞാൽ 0 ഓർ പോസിറ്റീവ് എന്നാണ്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വൈ ആക്സിസ്. വൈ ആക്സിസിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇതാണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിസിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ചെയ്യണം, റെഡ് ലൈനിൻ്റെ താഴോട്ട് ചെയ്യണം, ഈ ഗ്രീൻ ലൈനിൻ്റെ ഡോട്ടഡ് ലൈനിൻ്റെ അപ്പർ ഭാഗത്തേക്ക് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ മൂന്നും കൂടെ ജോയിൻ്റ് ആവുന്ന സ്ഥലം നോക്കൂ. റെഡ് ലൈനിൻ്റെ താഴോട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഡോട്ടഡ് ലൈനിൻ്റെ ഇങ്ങോട്ട് ഈ ബ്ലൂ വെർട്ടിക്കൽ ലൈനിൻ്റെ വൈ ആക്സിസിൻ്റെ റൈറ്റിലേക്ക്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ റീജിയൻ. ഓക്കെ, അപ്പോൾ ഇത് മാത്രം ഷെയ്ഡ് ചെയ്ത് വെച്ചാൽ മതി. ഷെയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി. ഇതെല്ലാം നമ്മൾ സൂചനകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ആരോ മാർക്സ് എല്ലാം മാർക്ക് ചെയ്തിരിക്കുന്നത്. ഫൈനൽ ആൻസർ ശ്രദ്ധിക്കുക, ഇത് മാത്രമാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ഒന്നുകൂടി ചെക്ക് ചെയ്യുക. റെഡ് ലൈനിൻ്റെ താഴോട്ടാണോ നോക്കണം. വൈ ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ലൈനിൻ്റെ ഈ അപ്പർ ഭാഗത്തേക്കായിരിക്കണം. അതേസമയം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റും ഫോർത്തും ക്വാഡ്രൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഫോർത്ത്, പക്ഷേ ഡോട്ടഡ് ലൈനിൻ്റെ അപ്പർ സൈഡ് ആയി വന്നത് കൊണ്ടാണ് ഈ ഭാഗത്തേക്ക് വന്നത്. ഈ ഡോട്ടഡ് ലൈൻ വൈ ലെസ് ദാൻ എക്സ് ആയിരുന്നെങ്കിൽ എവിടെ ആയിരിക്കും ഉണ്ടാവുക? ഇതേ ക്വസ്റ്റ്യൻ വൈ ലെസ് ദാൻ എക്സ് ആയിരുന്നെങ്കിൽ ഈ ഭാഗത്തേക്കായിരിക്കും വരിക. ഓക്കെ, വൈ ലെസ് ദാൻ എക്സ് ആണെങ്കിൽ ഈ ഭാഗത്തേക്കായിട്ട് വരും. ക്ലിയർ? വൈ ലെസ് ദാൻ എക്സ് എന്ന് പറയുമ്പോൾ ഈ ലൈനിൻ്റെ ഈ ഭാഗത്തേക്ക് വരും, റെഡ് ലൈനിൻ്റെ ഈ ഭാഗത്തേക്ക് വരും, പക്ഷേ ഈ ഭാഗം കൂടെ ഉണ്ടാവും. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പറഞ്ഞതുകൊണ്ട് ഈ ഭാഗം മൊത്തത്തിൽ അതുണ്ടായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വൈ ലെസ് ദാൻ എക്സ് ആണെങ്കിൽ ഇവിടെ മാത്രമല്ല ഉണ്ടാവുക, ഈ ഏരിയ മൊത്തത്തിൽ കവർ ചെയ്ത് പോകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26 വായിച്ചു നോക്കൂ. സോൾവ് ഗ്രാഫിക്കലി എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് രണ്ട് ഇനീക്വാളിറ്റിയാണ് ആക്ച്വലി. ഇത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ക്ലബ് ചെയ്ത് ചെയ്തതാണ്. അങ്ങനെയൊക്കെ എഴുതാറുണ്ട് കേട്ടോ. ഇതിൻ്റെ അർത്ഥം ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്നാണ്. ഇവിടെ മൊത്തം 1 2 3 4 5 ഇനീക്വാളിറ്റീസ് ഉണ്ട്. 3 എണ്ണമല്ല ഉള്ളത്, 5 ഇനീക്വാളിറ്റീസ് ഉണ്ട് കേട്ടോ. അതിൽ അവസാനത്തെ 2 എണ്ണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ ടേബിൾ വരക്കുമ്പോൾ നമുക്ക് ഒന്നാമത്തതിൻ്റെ ടേബിൾ വരച്ച് നോക്കാം. എക്സ് പ്ലസ് 2y = 10. വെരി സിമ്പിൾ. എക്സിന് 0 കൊടുക്കുന്നു, y = 5 എന്ന് കിട്ടുന്നു. വൈക്ക് 0 കൊടുക്കുന്നു, x = 10. ക്ലിയർ? രണ്ടാമത്തേത് എക്സ് പ്ലസ് വൈ = 1, എക്സിന് 0 കൊടുക്കുന്നു, y = 1, വൈക്ക് 0, x = 1. ക്ലിയർ? മൂന്നാമത് ശ്രദ്ധിക്കണം, എക്സ് മൈനസ് വൈ = 0 എന്നാണ് അല്ലേ. എക്സ് മൈനസ് വൈ = 0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാ? y = x ആണ്. എക്സ് മൈനസ് വൈ = 0 എന്ന് പറഞ്ഞാൽ y = x എന്നല്ലേ. സൈഡ് മാറ്റി കഴിഞ്ഞാൽ അത് ആക്ച്വലി y = x എന്ന് പറഞ്ഞ ലൈനാണ്. ഇത് വരക്കാൻ ടേബിൾ ആവശ്യമില്ല, നമ്മൾ നേരത്തെ വരച്ചു y = x അല്ലേ. ഐഡന്റിറ്റി ഫംഗ്ഷനാണ് y = x. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇത് ഇനീക്വാളിറ്റി ആക്കി എഴുതുമ്പോൾ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x ആണ്. ഈ y നെ നമ്മൾ ഇങ്ങോട്ട് സൈഡ് മാറ്റി കഴിഞ്ഞാൽ ദിസ് ഈസ് ആക്ച്വലി y ലെസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x എന്നാണ്. ഓക്കെ, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x എന്നുള്ള ഇനീക്വാളിറ്റി ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഈ എക്സ് മൈനസ് വൈൻ്റെ ഈ y നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു y എന്നായിരിക്കും. കണ്ടോ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു y. തിരിച്ച് വായിച്ചാൽ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x. നമുക്ക് വരച്ച് നോക്കാം ഗ്രാഫ്. ആദ്യം 0 5, ഇതാണ് 0 5. 10 0 ഇവിടെ ഉണ്ടാവും. 10 0 ഒന്നാമത്തെ ലൈൻ വരച്ചു, എക്സ് പ്ലസ് 2y = 10. സെക്കൻഡ് 0 1 ആണ് വരയ്ക്കേണ്ടത് അല്ലേ. 0 1 1 0 ശ്രദ്ധിച്ച് വരക്കണം കേട്ടോ. അതിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് എക്സ് പ്ലസ് വൈ = 1. ഇപ്പോൾ 2 ലൈൻസിന് പേര് കൊടുത്തു. മൂന്നാമത്തെ ലൈൻ y = x ആണ്. ഇത് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് അല്ലേ. 45 ഡിഗ്രി ഉണ്ടാക്കുന്ന ലൈനാണ് y = x. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x നിങ്ങൾ മറക്കരുത്. ഇനി ഒന്നാമത്തത് എക്സ് പ്ലസ് 2y റെഡ് ലൈനാണ് ഒന്നാമത്തത് അല്ലേ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്നാണ്. ഏത് ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യണം? ഈ ഭാഗത്തേക്കാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. റെഡ് ലൈനിൻ്റെ താഴോട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. ഗ്രീൻ ലൈനിൻ്റെ മുകളിലായിട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. കാരണം എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് അല്ലേ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് ഈ സൈഡിലേക്കല്ലേ ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ റെഡ് ലൈനിൻ്റെ താഴോട്ട് ഇതാ ഈ എക്സ് പ്ലസ് വൈ = 1ൻ്റെ മുകൾ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ ഈ 2 ലൈനിൻ്റെ ഇൻ ബിറ്റ്വീൻ ദീസ് 2 ലൈൻസ് ആയിരിക്കും ഉണ്ടാവുക. മാത്രമല്ല ഇവിടെ മൂന്നാമതൊരു കണ്ടീഷൻ ഉണ്ട്. ഗ്രീൻ ലൈൻ കണ്ട y = x എന്ന ഈ ഐഡന്റിറ്റി ഫംഗ്ഷൻ്റെ ഏത് ഭാഗത്തേക്ക് ചെയ്യണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x വന്നതുകൊണ്ട് അപ്പർ ഭാഗത്തേക്ക് ചെയ്യണം. അപ്പോൾ 3 എണ്ണമായി അല്ലേ. റെഡ് ലൈനിൻ്റെ താഴോട്ട്, ഇതിൻ്റെ മേലോട്ട്, ഈ y = x-ൻ്റെ ഈ ഭാഗത്തേക്ക്. മാത്രമല്ല ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ചെയ്യണം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഈ ആൻസർ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, റെഡ് ലൈനിൽ താഴോട്ട് എക്സ് പ്ലസ് വൈ = 1ൻ്റെ അപ്പർ പാർട്ടിലേക്ക്, y = x-ൻ്റെയും അപ്പർ സൈഡിലേക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് അവർ ആൻസർ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ 27. Solve graphically 3x plus 2y less than or equal to 12, x greater than or equal to 1, y greater than or equal to 2. ഇവിടെ 3 ഇനീക്വാളിറ്റീസ് ഉണ്ട്.
ഒന്നിന് മാത്രമേ ടേബിൾ ആവശ്യമുള്ളൂ. അതിൻ്റെ ടേബിൾ ഞാൻ വരക്കുന്നു. എക്സിന് 0 കൊടുക്കുമ്പോൾ y = 6, വൈക്ക് 0 കൊടുക്കുമ്പോൾ x = 4. യെസ്, നമ്മൾ ഗ്രാഫ് വരക്കുന്നു. 0 6 ആണ് ഇവിടെ കാണുന്നത്. 4 0. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 1 2 3 4 5 6 അങ്ങനെ എഴുതാം. 1 2 3 4 അങ്ങനെ എഴുതാം. ഇങ്ങനെ ഡയറക്റ്റായിട്ട് 0 6 4 0 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഡിസ്റ്റൻസ് നോക്കിയിട്ട് എഴുതണം. ഓക്കെ, ഒന്നാമത്തെ ലൈൻ വരക്കുന്നു. ഇതിന് പേര് കൊടുക്കുന്നു. 3x + 2y = 12. എങ്ങോട്ടാണ് ഷെയ്ഡിങ് വരിക? അതിന് മുമ്പ് x = 1 എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലൈനാണ്. ദിസ് ഈസ് x = 1. സോ ദിസ് ഈസ് x = 1. y = 2 എന്ന് പറഞ്ഞാൽ ഹൈറ്റ് = 2. ഇപ്പോൾ 3 ഇനീക്വാളിറ്റിയുടെയും സ്ട്രേറ്റ് ലൈൻസ് നമ്മൾ വരച്ചു കഴിഞ്ഞു, ഗ്രാഫ് വരച്ചു കഴിഞ്ഞു. ഇനി ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡ് ചെയ്യുമ്പോൾ നോക്കൂ, ഒന്നാമത്തതിൻ്റെ 0 കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റാണ്, താഴോട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് അല്ലേ? അതായത് ഈ റെഡ് ലൈനിൻ്റെ താഴോട്ട് ഷെയ്ഡ് ചെയ്യണം. കണ്ടല്ലോ, റെഡ് ലൈനിൻ്റെ താഴോട്ട്. x ≥ 1, ഈ x = 1 റൈറ്റ് സൈഡിലേക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ റൈറ്റിലേക്കായി. y ≥ 2 നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. y ≥ 2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പർ സൈഡിലേക്ക്. മൂന്നും കൂടെ ജോയിൻ്റ് ആവുന്ന സ്ഥലം നോക്കൂ. ഒന്നാമത്തേത് നോക്കൂ, കണ്ടില്ലേ? ഇതാണ് y = 2, y ≥ ഇത് ഫുൾ ഇതിൻ്റെ മേലോട്ട് തന്നെ ചെയ്യണം. പക്ഷെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് എന്തിനാണെന്ന് വെച്ചാൽ ഗ്രീൻ ലൈനിൻ്റെ റൈറ്റിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റൈറ്റിലേക്കേ പോകാൻ പാടുള്ളൂ. കണ്ടോ, ഗ്രീൻ ലൈനിൻ്റെ റൈറ്റ്, ബ്ലൂ ലൈനിൻ്റെ അപ്പർ സൈഡ്, റെഡ് ലൈനിൻ്റെ താഴോട്ട്. ഇതാ റെഡ് ലൈനിൻ്റെ താഴ്ഭാഗത്തേക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഗ്രീൻ വെർട്ടിക്കൽ ലൈനിൻ്റെ റൈറ്റ് സൈഡിലേക്ക്, y = 2ൻ്റെ അപ്പർ സൈഡിലേക്ക്. അതെല്ലാം കൂടെ ജോയിൻ്റ് ആയിട്ട് വരുമ്പോൾ ഈ ഒരു ട്രയാങ്കുലർ റീജിയൻ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ. ഓക്കെ, ശ്രദ്ധിച്ച് വരക്കണം. പേര് കൊടുക്കണം. എക്സ് ആക്സിന് പേര് കൊടുക്കണം, വൈ ആക്സിന് പേര് കൊടുക്കണം. 3 സ്ട്രേറ്റ് ലൈൻസ് കറക്റ്റ് ആയിരിക്കണം. ഷെയ്ഡിങ്ങും കൂടി കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ സ്കോർ ലഭിക്കും. ഓക്കെ, ഇനി ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 16, സോൾവ് ദി ഫോളോയിങ് സിസ്റ്റം ഗ്രാഫിക്കലി. 3 ഇനീക്വാളിറ്റീസ് ഒരു സിംഗിൾ ഷീറ്റിൽ ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 17, സോൾവ് ദി ഫോളോയിങ് സിസ്റ്റം ഗ്രാഫിക്കലി. അതിൽ 1 2 3 4 5 ഇനീക്വാളിറ്റീസ് ഉണ്ട്. എങ്കിലും നമുക്ക് 2 എണ്ണത്തിൻ്റെ ടേബിൾ മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കി 2 എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള കണ്ടീഷൻസ് ഉപയോഗിച്ച് വരക്കാവുന്നതാണ്. നന്നായി ശ്രദ്ധിച്ച് വരക്കുക. പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു വൺ ആൻഡ് ഓൾ.